ഈ ആന എന്ന് വിളിക്കുന്ന ജീവി നമ്മുടെയൊക്കെ സമൂഹത്തിൽ, നമ്മുടെയൊക്കെ ബോധമണ്ഡലത്തിൽ പല പ്രകാരങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ദൈവഭാവനയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, വളരെ കാരുണ്യവാനായ ഒരു സഹജീവിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സാഹിത്യം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മഹാഭാരതത്തിൽ നിർണായകമായ മുഹൂർത്തത്തിൽ അശ്വത്ഥാമാവായിട്ട് ആന കടന്നു വരുന്നുണ്ട്. അക്ഷൗഹിണികളിൽ ആനയുണ്ട്. ബൈബിളിൽ ആനക്കൊമ്പിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. പിന്നീട് ഐതിഹ്യമാല വായിച്ചു കഴിഞ്ഞാൽ 8ഓളം ആനകളെ കുറിച്ചിട്ടാണുള്ള പരാമർശമുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ വരുമ്പോൾ കവികൾ ഗജേന്ദ്രമോക്ഷൻ തൊട്ട് റഫീഖ് അഹമ്മദിൻ്റെ ആനച്ചുരുക്കം വരെയുള്ള കവിതകളിൽ ആന കടന്നു വരുന്നത്. അങ്ങനെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തുന്നൽക്കാരനെ കുത്തുന്ന ആനയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, അങ്ങനെ പല പ്രകാരങ്ങളിൽ വന്യതയുടെ പ്രതീകമായിട്ട് ഇപ്പോൾ സഹ്യൻ്റെ മകൻ എന്ന് വിളിക്കുന്ന കൃതിയിൽ ആനയുണ്ട്. അങ്ങനെ പല പ്രകാരങ്ങളിൽ ബഹുരൂപിയായിട്ട് നമ്മുടെയൊക്കെ ബോധ മനസ്സുകളിൽ ഈ ആന കടന്നിട്ടുണ്ട്. കാരുണ്യവാനാണ്, കുട്ടിത്തം വിടാത്ത ആനയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ആനയെക്കുറിച്ചുള്ള നമ്മുടെ ഈ ബോധം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി ബിജുവിൻ്റെ ഈ ചോദ്യത്തിലേക്ക് നമ്മൾ നേരിട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ ഉത്തരം രണ്ടുമാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഈ തൽക്കാലത്തേക്ക് നമ്മുടെ താർക്കിക യുക്തികളൊക്കെ നമ്മൾ മാറ്റിവെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ രാജ്യം തന്നെ നോക്കൂ. സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ ജനസംഖ്യ 2.5 ഇരട്ടിയായി. നമ്മുടെ കന്നുകാലികളുടെ എണ്ണവും 2.5 ഇരട്ടി കൂടി. നമ്മുടെ GDP 8% വെച്ച് വളരുന്നു എന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ റിസോഴ്സസ് ഫിനൈറ്റ് ആണ്, അതിനൊരു അനന്തമായിട്ടുള്ളതൊന്നുമല്ല. അപ്പോൾ ഈ പ്രഷർ, നമ്മുടെ വളർച്ചയുടെ എല്ലാ പ്രഷറും വരുന്നത് നമ്മുടെ പരിമിതമായ വനവിഭവങ്ങളുടെയോ അല്ലെങ്കിൽ പ്രകൃതിയുടെ പുറത്ത് തന്നെയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഇടപെടലുകൾ അത് തെറ്റാണെന്നൊന്നും നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരു വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ അങ്ങനെ വന്നു പോയിട്ടുണ്ടാവാം. പക്ഷെ അതിൽ ചിലതെങ്കിലും അശാസ്ത്രീയമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആനയുടെ ഒരു സ്വഭാവം കാണിക്കുന്നത്, ഇതൊരു വളരെ ലോങ് റേഞ്ചിങ് ആയിട്ടുള്ള ഒരു ജീവിയാണ്. അതിന് ഒരു ദിവസം 16 മണിക്കൂറോളം ഭക്ഷണത്തിന് മാത്രം ചെലവഴിക്കുമെന്ന് പറയപ്പെടുന്ന ഒരു ജീവിയാണ്. അപ്പോൾ അത്തരം ഒരു സമയത്ത് കാടിൻ്റെ തുരുത്തുവൽക്കരണം നമ്മുടെ തന്നെ സ്വാഭാവികമായിട്ട് വികസനത്തിൻ്റെ ഭാഗമായിട്ടും പല രീതിയിലും നാനാവിധത്തിലുള്ള ഇടപെടലുകൾ കാട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആനയുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ബാധിക്കും. അപ്പോൾ തിരിച്ചും അതും പുതിയ ഇടങ്ങൾ തേടിയുള്ള യാത്ര അല്ലെങ്കിൽ പഴയ ഇടങ്ങളിലേക്ക് തിരിച്ചു പോക്കോ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ കൂടും. ഇപ്പോൾ കേരളത്തിൽ 16,000ഓളം കിലോമീറ്ററാണ് കാടും നാടും തമ്മിലുള്ള അതിരായിട്ട് പറയുന്നത്. അതിലേതാണ്ട് 4,000ഓളം സ്ഥലങ്ങളിൽ ഇത്തരം ഇടപെടലുകൾക്ക് ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ പിന്നീട് തുരുത്തുവൽക്കരണം പല കാരണം കൊണ്ട്, ഇപ്പോൾ കാട്ടിനകത്ത് ആവാസ വ്യവസ്ഥയുടെ ശോഷണം, പിന്നെ ഭൂവിനിയോഗ രീതിയുടെ, കാടിന് ചുറ്റും വരുന്ന ഭൂവിനിയോഗ രീതിയിൽ വരുന്ന മാറ്റങ്ങൾ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ 16 മണിക്കൂർ തിന്നാൽ കിട്ടുന്ന ഭക്ഷണം അതിൽ കുറച്ച് സമയം കൊണ്ട് പുറത്ത് കിട്ടുകയാണെങ്കിൽ ആനയ്ക്ക് അത് തേടിപ്പോകുന്ന ഒരു, നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആന അത് തേടിപ്പോകാനുള്ളൊരു യുക്തി അത് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ പിന്നെ നമ്മളിപ്പോൾ വനം വകുപ്പ് തന്നെ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. പണ്ട് കാലത്തൊക്കെ ഇപ്പോൾ ഏകവളത്തോട്ടങ്ങൾ ധാരാളം വളർത്തിയിട്ടുണ്ട്. അതും ഒരു പക്ഷേ ആവാസ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ട് ബാധിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടൊക്കെ തന്നെയാണ് 2021 ആ തീരുമാനം വനംവകുപ്പ് റിവേഴ്സ് ചെയ്യുകയുണ്ടായി. ഇന്ന് കേരളത്തിലെ മിക്കവാറും ഇത്തരത്തിലുള്ള പ്രദേശങ്ങളെ സ്വാഭാവിക വനങ്ങളാക്കി മാറ്റി സന്തുലിതാവസ്ഥ നിലനിർത്തണം എന്നുള്ള ഒരു ചിന്തയിലാണ്, ഒരു പരിവർത്തന ദശയിലാണ് വനംവകുപ്പും ചെയ്യുന്നത്. അപ്പം ഞാനീ പറയുന്നത്, നമ്മുടെ യുക്തിക്ക് അപ്പുറത്തേക്ക് ഈ നാനാവിധത്തിലുള്ള ഈ പ്രശ്നങ്ങൾ, വനം, ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രശ്നങ്ങൾ, കാട്ടിലെ അധിനിവേശ സസ്യങ്ങൾ കടന്നു വരുന്നതിൻ്റെ പ്രശ്നങ്ങൾ, നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികം റോഡുകളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. 3 ലക്ഷം കിലോമീറ്ററാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഒരു ഇൻട്രൂഷൻ അകത്തേക്ക് പോകുമ്പോൾ ന്യൂട്ടൻ്റെ മറ്റേ പ്രിൻസിപ്പിൾ തന്നെ, ഏതൊരു പ്രവർത്തനത്തിനും ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാകും എന്നുള്ള രീതിയിൽ രണ്ടും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പുറത്തേക്ക് പോകുന്നത് കൊണ്ട് പിന്നെ നമ്മൾ ഈ കോൺഫ്ലിക്റ്റിനെ നമുക്ക് ഒരിക്കലും ജനറലൈസ് ചെയ്യാനും പാടില്ല. കാരണം ഇതൊരു ജനറലൈസ് ചെയ്ത് കോൺഫ്ലിക്റ്റ് കൂടുന്നു എന്ന് പറയുന്നതിനെക്കാട്ടും ശാസ്ത്രീയമായ പഠനങ്ങൾ പറയുന്നത് ചിലയിടങ്ങളിൽ പ്രാദേശികമായി ഇത് കൂടുന്നു എന്നാണ്. അല്ലാതെ ഇത് എല്ലാ ഭാഗത്തും നമുക്ക് ഒരേ യുക്തിയുടെ പുറത്ത് നമുക്ക് കാണിക്കാനായിട്ട് പറ്റില്ല. കാരണം പലപ്പോഴും നമ്മളിപ്പോൾ ബിജു നേരത്തെ സൂചിപ്പിച്ച പോലെ പറയുമ്പോൾ നമ്മളിതിനെ റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ഉള്ളതുണ്ട്. ഇപ്പോൾ ക്രൂരനായ കടുവ കാടിറങ്ങി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ പടയപ്പയുടെ പരാക്രമം, മാട്ടുപ്പെട്ടി നടുങ്ങി, കമ്പത്ത് കൊമ്പൻ എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭീകരാവസ്ഥയുടെ പ്രശ്നങ്ങളും ഇതിനകത്തുണ്ട്.